പണത്തിൻ്റെ കളിയാണ് IPL. ചിലർ അപ്രതീക്ഷിതമായി നേട്ടമുണ്ടാക്കും. പ്രതീക്ഷിച്ച ചിലർ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ച് വലിയ നിരാശയും നൽകും. IPL ചരിത്രത്തിലെ തന്നെ ഫ്ലോപ്പായ ചില താരങ്ങളെ പരിശോധിക്കാം. വൻതുക മുടക്കിയെടുത്ത് ഒന്നുമാകാതെ പോയ താരങ്ങളെക്കുറിച്ച്. അതിൽ വൺ സീസൺ വണ്ടറായ നേഗി മുതൽ പല സീസണിലും കളിച്ചിട്ടും ഒന്നുമാകാതെ പോയ ഷാരൂഖ് ഖാൻ വരെയുണ്ട്. യുവരാജ് സിംഗും ഋഷഭ് പന്തുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. നമുക്ക് പരിശോധിക്കാം. ആദ്യം പവൻ നേഗിയിൽ നിന്ന് തുടങ്ങാം. 10 വർഷം മുമ്പ് 2016 സീസണിൽ പവൻ നേഗിയെ ഏവരും ഞെട്ടിച്ചുകൊണ്ട് ഡൽഹി ഡെയർ ഡെവിൾസ് സ്വന്തമാക്കി. 8.5 കോടി എന്ന മോഹവിലയ്ക്ക്. ഒരു അൺക്യാപ്ഡ് പ്ലെയർക്ക് ഇത്രയും വലിയ തുക. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നാൽ ആ സീസണിൽ നേഗി അട്ടർ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. 8 മത്സരം കളിച്ച നേഗി ആകെ നേടിയത് 57 റൺസ്, എടുത്തത് 1 വിക്കറ്റും. പണക്കിലുക്ക നോക്കിയാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന്. കൊടുത്ത പണവും എടുത്ത റൺസും നോക്കിയാൽ ഋഷഭ് പന്തുണ്ട് മുന്നിൽ തന്നെ. ലേല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 27 കോടി മുടക്കിയാണ് ലക്നോ സൂപ്പർ ജയൻസ് പന്തിനെ 2025 ടീമിലെത്തിച്ചത്. അന്ന് പന്ത് നേടിയത് 269 റൺസ് മാത്രം. ശരാശരി ഒരു റണ്ണിൻ്റെ വില 10,30,000 രൂപ. ഇനി ഷാരൂഖ് ഖാൻ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമ കിങ് ഖാൻ അല്ല, ഇത് തമിഴ്നാട് താരം ഷാരൂഖ് ഖാൻ. വിവിധ ടീമുകളിലായി 6 സീസണുകളിലാണ് ഷാരൂഖ് ഖാൻ IPLൽ കളിച്ചത്. ആകെ പ്രതിഫലം ലഭിച്ചത് 39.90 കോടി. എടുത്തതാകട്ടെ ആകെ 747 റൺസും. ഓരോ റൺസിനും എടുത്ത പ്രതിഫലം നോക്കിയാൽ ഒരു റണ്ണിന് ഷാരൂഖ് ഖാന് ലഭിച്ചത് ഏകദേശം 5.4 ലക്ഷം രൂപ. ഇന്ത്യയുടെ ഇതിഹാസ താരമെങ്കിലും യുവരാജ് സിംഗിനും ഒരു മോശം സീസൺ ഉണ്ടായിരുന്നു IPLൽ. 2015 ഡൽഹി ഡെയർ ഡെവിൾസ് യുവിയെ എടുത്തത് 16 കോടി നൽകിയാണ്. എന്നാൽ ആ സീസണിൽ യുവി ആകെ നേടിയത് 248 റൺസ് മാത്രം. ഒരു റണ്ണിന് 6.25 ലക്ഷത്തോളം രൂപ. 118 മാത്രമായിരുന്നു യുവിയുടെ സ്ട്രൈക്ക് റേറ്റും അന്ന്. 2020 ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെല്ലിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത് 10.75 കോടി കൊടുത്തായിരുന്നു. എന്നാൽ ആ സീസണിൽ മാക്സി അടിച്ചത് വെറും 108 റൺസ്. സീസണിലെ 13 മത്സരവും കളിച്ചെങ്കിലും നേടിയത് 3 വിക്കറ്റും മാത്രം. എടുത്ത റണ്ണിന്റെ കണക്ക് നോക്കിയാൽ 9,97,000 രൂപ. കഴിഞ്ഞ സീസണിലും അതിനു മുൻപും പഞ്ചാബിൽ വൻ ഫ്ലോപ്പ് തന്നെയായിരുന്നു മാക്സ്വെൽ. കിട്ടിയ പണത്തിന് ഏറെ പഴികേട്ട താരമായിരുന്നു വെങ്കിടേഷ് അയ്യർ. കഴിഞ്ഞ ലേലത്തിൽ കൊൽക്കത്ത സ്വന്തമാക്കിയത് 23.75 കോടിക്ക്. വെങ്കി അന്ന് 11 മത്സരങ്ങളിൽ നിന്നെടുത്തത് വെറും 142 റൺസും. വെങ്കിയുടെ ഓരോ റണ്ണിന്റെയും മൂല്യം ശരാശരി 16 ലക്ഷം രൂപ. ഡൽഹി 9 കോടിക്കെടുത്ത ഫ്രേസർ മക്ഗുർഗ് ആകെ അടിച്ചത് 55 റൺസായിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 105ഉം. മക്ഗുർഗിന്റെ ഓരോ റൺസിന്റെയും മൂല്യം 16,36,000 രൂപയാണ്. ബൗളർമാരിൽ കഴിഞ്ഞ സീസൺ നോക്കിയാൽ തന്നെ നമുക്ക് ആ പട്ടികയിൽ ആദ്യം മുഹമ്മദ് ഷമിയെ കാണാം. 10 കോടിക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഷമിയെ ലേലത്തിലെടുത്തത്. എന്നാൽ 9 മത്സരങ്ങളിൽ നിന്ന് ഷമി നേടിയത് വെറും 6 വിക്കറ്റുകൾ മാത്രം. 11 മുകളിലായിരുന്നു ഷമിയുടെ ഇക്കോണമിയും. ഷമിയുടെ ഒരു വിക്കറ്റിന് ഏകദേശം 1,66 ലക്ഷം രൂപ മൂല്യം വരും. എന്നാൽ ഷമിയെ ക്യാഷ് ട്രേഡിലൂടെ ഹൈദരാബാദ് ലക്നൌവിന് കൈമാറി. ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് ഷമി നടത്തുന്നതും. ഇനി അശ്വിനെ കുറിച്ച്. 2025 അശ്വിൻ ചെന്നൈയിലേക്ക് തിരിച്ചുപോയി. സൂപ്പർ കിങ്സ് മുടക്കിയത് 9.75 കോടി. എന്നാൽ 9 കളിയിൽ നിന്ന് അശ്വിൻ ആകെ നേടിയത് 7 വിക്കറ്റുകൾ മാത്രമായിരുന്നു. ലഭിച്ച പണവും എടുത്ത വിക്കറ്റും തട്ടിച്ചു നോക്കിയാൽ അശ്വിന്റെ ഒരു വിക്കറ്റിന്റെ മൂല്യം ഏതാണ്ട് 1,39 ലക്ഷം വരും. ഇതിന്റെ അടുത്ത സീരീസിൽ നമുക്ക് കാമറൂൺ ഗ്രീനിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. 25.20 കോടിക്ക് കൊൽക്കത്തയിലെത്തിയ ഗ്രീൻ 3 മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ നേടിയത് 19 റൺസ് മാത്രമാണ്. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ അനുമതിയില്ലാത്തതിനാൽ ബോളും ചെയ്യുന്നില്ല. എടുത്ത റൺസും വിക്കറ്റും ലഭിച്ച പ്രതിഫലവുമായി തട്ടിച്ചു നോക്കിയാൽ ഫ്ലോപ്പായ താരങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള താരങ്ങൾ ഏതൊക്കെയാണ്? കമന്റ് ചെയ്യൂ.